വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയെ പോത്തുണ്ടി മാട്ടായിയിൽ കണ്ടതായി നാട്ടുകാർ. മാട്ടായി ക്ഷേത്രത്തിന് സമീപത്താണ് നാട്ടുകാരിൽ ഒരാൾ ചെന്താമരയെ കണ്ടത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 300ഓളം നാട്ടുകാരും പോലീസിനൊപ്പം തെരച്ചിലിൽ പങ്കെടുക്കുകയാണ്. ചെന്താമര തന്നെയാണ് അതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷംന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, നാട്ടുകാരാണ് പ്രതിയെ കണ്ടത്, ഒപ്പം ഒരു പോലീസുകാരനും കണ്ടതായി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? രഞ്ജിത്ത്, ആദ്യഘട്ടത്തിൽ നാട്ടുകാരും കുട്ടികളുമാണ് ഈ പ്രതിയെ കണ്ടത് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ചെന്താമര എന്ന് സംശയിക്കുന്ന ഒരാളെ പിന്തുടർന്ന് വരികയായിരുന്നു പോലീസ്. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നീടാണത് ചെന്താമര തന്നെ എന്ന സ്ഥിരീകരണത്തിലോട്ട് എത്തുന്നത്. എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാളെ പിന്തുടർന്ന് വരികയായിരുന്നു. പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതി ഓടി രക്ഷപ്പെടുന്നതിനിടെ സമീപത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ അടുത്തേക്കാണ് ചാടി വീണത്. അതായത് ഈ മേഖല പോത്തുണ്ടി മാട്ടായി മേഖലയോട് ചേർന്ന് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ കളിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ഇയാൾ ചാടി വീണത്. ഇതോടെ കുട്ടികളും നാട്ടുകാരും ഉൾപ്പെടെ ഈ തെരച്ചിലിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഈ മാട്ടായി ഒരു വനമേഖലയാണ്. ഈ വനമേഖല ഇപ്പോൾ ചുറ്റി നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിൽ ഈ വനമേഖല മുഴുവനായി ചുറ്റി വ്യാപകമായ തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർ പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ ഈ മാട്ടായി വനമേഖലക്കുള്ളിൽ തന്നെ കരിമ്പാറ, നെല്ലിക്കാട് പോലത്തെ പ്രദേശങ്ങൾ, അതായത് ഈ മാട്ടായി വനമേഖലയുടെ താഴ്ഭാഗമാണ് ഈ നെല്ലിക്കാട്, അതുപോലെ സമീപ പ്രദേശമാണ് കരിമ്പാറ. ഈ മേഖലകളിൽ കൂടുതലായി ഈ പ്രതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അങ്ങോട്ട് കൂടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഒപ്പം തന്നെ ഉൾക്കാടടക്കം ഇയാൾക്ക് കൃത്യമായി പരിചയമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഉൾക്കാട്ടിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിക്ക് കൃത്യമായി ഈ സ്ഥലം അറിയാം എങ്കിൽ പോലും 58 വയസ്സുള്ള ഒരു പ്രതിയാണ്. പ്രത്യേകിച്ച് രാത്രി ഏറെ ഇരുട്ടായിട്ടുണ്ട്. കയ്യിലൊരു ടോർച്ച് പോലും ഇല്ലാതെ ഈ പ്രതിക്ക് എത്ര ദൂരം പോവാൻ സാധിക്കും എന്നത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടാനാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുകാരുള്ളത്. ഈ പോത്തുണ്ടി ഫാമിനോട് ചേർന്ന CCTVകളാണ് പരിശോധിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ പ്രതി പോലീസിന്റെ കണ്ണ് വെട്ടിച്ചോടുന്നതും. എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രതി സംസ്ഥാനം കടന്നിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. രാവിലെ ഒരു ഘട്ടത്തിൽ പാലക്കാട് നഗരത്തിലുണ്ട് എന്നതടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതൊന്നുമല്ല. ഈ കൊലപാതകം നടത്തിയ പോത്തുണ്ടിയിൽ തന്നെ പ്രതി ഉണ്ട് എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നു. പോലീസുകാർ തന്നെയാണ് ഈ ഓടി രക്ഷപ്പെട്ടത് ഈ പ്രതിയായ ചെന്താമര തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് തന്നെ എത്തുന്നു. തുടർന്ന് ഇപ്പോൾ ഷംന, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? നമുക്കറിയാം 120ഓളം പോലീസുകാർ ഈ ചെന്താമരയുടെ പുറകിലുണ്ട് പല മേഖലകളിലായി. ഇപ്പോൾ നാട്ടുകാർ കൂടി തെരച്ചിലിന്റെ ഭാഗമാകുന്നു എന്നതാണോ? രാത്രിയും തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണോ തീരുമാനം? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലീസ് ഇന്നലെ രാത്രി മുഴുവനായി തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ ഒരു തുമ്പും കിട്ടിയിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏറെ വൈകി ഇരുട്ടായതിനു ശേഷം തെരച്ചിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കാം എന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ പോലീസ് അത് കേന്ദ്രീകരിച്ച് കൂടുതൽ വ്യാപകമായി തിരഞ്ഞു. 120-ലധികം പോലീസുകാർ പല സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ വളരെ രീതിയിൽ, നമുക്കറിയാം ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ കൊലപാതക കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രതി കയ്യെത്തും ദൂരത്തുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ വലിയ കമ്പും അത്തരത്തിലുള്ള ആയുധങ്ങളുമായൊക്കെയാണ് നാട്ടുകാരടക്കം തെരച്ചിലിന് ഇറങ്ങുന്നത്. കാരണം ഈ പ്രതിയെ എങ്ങനെ കയ്യിൽ കിട്ടിയാൽ അത് ഇനി ഒരു കൊലപാതകം നടത്താൻ അയാൾ ഉണ്ടാവരുത് എന്ന തരത്തിലാണ് നാട്ടുകാരുടെ പ്രതികരണം. ഈ പ്രതിക്കായി വ്യാപക തെരച്ചിൽ നാട്ടുകാരുടെ കൂടി നേതൃത്വത്തിലാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ പോലീസുകാരെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെക്കാൾ കൂടുതൽ ഈ പ്രദേശത്തെ ഈ വനമേഖലയെ വളരെ കൃത്യമായി അറിയുക അവിടുത്തെ നാട്ടുകാർക്കാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു കൂട്ടായ പരിശ്രമം കൂടി തെരച്ചിലിന്റെ ഭാഗമായി ഉണ്ട്. ഒപ്പം മാധ്യമപ്രവർത്തകരും മറ്റുള്ള ആൾക്കാരൊക്കെ ഈ ഒരു തെരച്ചിലിന് ഒറ്റക്കെട്ടായി തന്നെ ഉണ്ട്. എന്തായാലും ഏറെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോത്തുണ്ടിയിൽ തന്നെ, അതായത് കൊലപാതകം നടത്തിയ ഈ പോത്തുണ്ടി ഭാഗത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നിട്ടും എന്തുകൊണ്ട്
ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന് വലിയ ചോദ്യമാണ്. ഒപ്പം തന്നെ നേരത്തെ തന്നെ പ്രദേശവാസികളെ ഭയമാണ്. അത് ചൂണ്ടിക്കാട്ടി പല തവണ പോലീസിൽ പരാതി നൽകിയതാണ്. അപ്പോഴൊക്കെ പോലീസ് ഒരു തരത്തിലും ഒരു സുരക്ഷ ഉറപ്പാക്കിയില്ല. പക്ഷെ ഇപ്പോഴും ഇപ്പൊ കൊലപാതകം നടന്ന് ഈ പ്രതിയുടെയും കൊല്ലപ്പെട്ട സുധാകരന്റെ ഒക്കെ വീടിന് ചുറ്റും പോലും പോലീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത്ര അടുത്തുള്ള ഒരു പ്രതിയിലേക്ക് എത്താൻ ഇത്രയും വൈകി എന്നത് വലിയ പോലീസിന് തിരിച്ചടിയാകുന്നുണ്ട്. എന്തായാലും പക്ഷെ ഇനി അധിക ദൂരം പ്രതിക്ക് പോവാൻ സാധിക്കില്ല. കാരണം നേരത്തെ ഇയാളുടെ ഫോൺ സിഗ്നൽ അടക്കം അത് കേന്ദ്രീകരിച്ചടക്കം പോലും ഒരു തരത്തിലും ഇയാളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല. കാരണം പോലീസ് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും പോലീസിന് പലതരത്തിലുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓൺ ആയി എന്ന തരത്തിലൊക്കെ പല വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആ സ്ഥലം എങ്ങോട്ടൊക്കെയാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് എന്ന തരത്തിൽ ആ സ്ഥലങ്ങൾ പുറത്തുവിടില്ല. കാരണം മാധ്യമ വാർത്തകൾ കണ്ട് ഒരുപക്ഷെ പ്രതി രക്ഷപ്പെട്ടേക്കാം. അതിനാൽ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ച സ്ഥലങ്ങൾ മാധ്യമങ്ങളുമായി വെക്കില്ലെന്നാണ് പോലീസുകാർ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു മേഖലയിലേക്കൊന്നുമല്ല, അല്ലെങ്കിൽ അതിർത്തി കടന്നിട്ടില്ല പ്രതി. ഈ പോത്തുണ്ടി ഇയാൾക്ക് നമുക്കറിയാം ഷംന, ഇയാൾക്ക് നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആഹാരത്തിന്റെ പ്രശ്നം ഉണ്ടാകും, സ്വാഭാവികമാണ്. പിന്നെ ഇയാളുടെ ഫോട്ടോസൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നാട്ടുകാർ തിരിച്ചറിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇയാളെ പിടിക്കും. പക്ഷേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇയാളൊരു ലോറി ഡ്രൈവറാണ്. ഒപ്പം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ അറിയാം. കാട്ടിലും പുഴയിലുമൊക്കെ ജീവിക്കുന്ന ആളാണ്. അയാൾക്കത് പല വൈഷമ്യ ഘട്ടങ്ങളും തരണം ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾ കൂടിയാണ്. അങ്ങനെ ഈ എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിക്കുമ്പോൾ പുറത്തു വരിക എന്നത് പ്രധാനമാണ്. എങ്കിൽ പോലും ഒളിച്ചിരിക്കാനും ഉള്ള സാഹചര്യങ്ങളെ കൊണ്ട് തീർച്ചയായും അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പ്രതി ഒന്നാമത് ഈ 58 വയസ്സുള്ള അത്രയും പ്രായം ചെന്ന ഒരു പ്രതിയാണ്. അപ്പോൾ ഇയാൾക്ക് ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നുമില്ലാതെ എത്ര സമയം ഇരിക്കാൻ കഴിയും എന്നത് വലിയൊരു ചോദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ഇയാൾക്ക് അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി, ജാമ്യ നടപടികൾക്ക് വേണ്ടി ഇയാളുടെ ബന്ധുക്കളാണ് മുൻകൈ എടുത്തിരുന്നത്. അങ്ങനെ ആ ബന്ധുക്കളുടെ വീട്ടിലും ഈ പ്രതിയുടെ തന്നെ വീട്ടിലും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ ഒരു വലിയ സംഘം കാവലുണ്ടായിരുന്നു. കാരണം ഇയാൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവിടേക്ക് തിരിച്ചെത്താം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷെ അപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള, രാവിലെ പാലക്കാട് നഗരത്തിലുണ്ട് എന്ന വാർത്ത ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ നമ്മളൊക്കെ വാർത്ത നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇയാൾക്ക് ഭക്ഷണം പോലും കഴിക്കാതെ എത്ര നേരം നിൽക്കുമെന്നത് വലിയ ചോദ്യമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണം വാങ്ങാൻ ഈ പ്രതിയുടെ സാദൃശ്യമുള്ള ഒരാൾ എത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നത്. പക്ഷെ ഇയാൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഇവിടെ ജനിച്ച് വളർന്ന, ഈ പോത്തുണ്ടി ബോയൻ കോളനിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. ഈ പ്രദേശത്തെ വളരെ കൃത്യമായി അറിയാം. മുൻപ് 2019 കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതി ഇതേപോലെ തന്നെ ഈ വനമേഖലയിലേക്ക്, ഈ മലയോര മേഖലയിലേക്ക് കയറിയാണ് അന്ന് രക്ഷപ്പെട്ടത്. അന്ന് 5 ദിവസം പോലീസിന്റെ കണ്ണിൽ പെടാതെ ഇയാൾക്ക് ഒളിവിൽ കഴിയാനായി. അപ്പൊ അതൊക്കെ ഒരു ആശങ്കയായിരുന്നു. പ്രത്യേകിച്ച് മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും അന്വേഷണ സംഘത്തിലാണെങ്കിലും ഈ ഒരു വനമേഖലയിലോട്ട് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലയോര മേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ, ഈ മലയോര മേഖലകളുടെ ഇടയിലുള്ള ഇടുക്കുകൾ, അല്ലെങ്കിൽ ഈ നാട്ടിൻ പുറത്തെ കുറുക്കു വഴികൾ, ഇതൊക്കെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരാളെ പോലെ, അത് കൃത്യമായി അറിയുന്ന പ്രതിയെ പോലെ അങ്ങോട്ട് എത്തിപ്പെടൽ കുറച്ച് പ്രയാസമായിരുന്നു. അതൊക്കെ ഒരു ആദ്യഘട്ടത്തിൽ ആശങ്കയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം മുതൽ പല സംഘങ്ങളായി തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയത്. പക്ഷെ അപ്പോഴും നാട്ടുകാരുടെ സഹായം ഉണ്ടായിരുന്നു. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് നാട്ടുകാർ ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നു. ഇപ്പോഴും നാട്ടുകാർ അതാണ് പറയുന്നത്. മാട്ടായി വനമേഖലയിലാണ്, ഈ വനമേഖലയിലേക്കാണ് ഇയാൾ ഓടിപ്പോയതെങ്കിൽ കൂടി കരിമ്പാറ അല്ലെങ്കിൽ നെല്ലിക്കാട് ഈ മേഖലകളിലേക്ക് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ ഉൾക്കാട്ടിലോട്ട് കയറാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ രാത്രിയിൽ ഒരു വെളിച്ചം പോലും ഇല്ലാതെ ഇയാൾക്ക് എത്ര ദൂരം ഇനി പോവാൻ കഴിയും? കാരണം പോലീസ് ഏതാണ്ട് അടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതുവരെയും പോലീസിന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ പ്രതി എവിടെ നാട് വിട്ടോ അല്ലെങ്കിൽ നഗരത്തിലേക്ക് കടന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പോലീസിന്റെ കയ്യെത്തും ദൂരത്തുണ്ട്. പ്രതി ആ വനമേഖലയിൽ തന്നെ ഉണ്ട്, പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ സാഹചര്യം. ഏതായാലും ഇന്ന് രാത്രി വൈകിയായാലും പ്രതി ഈ ചെന്താമര എന്ന കൊടും ക്രൂരൻ
അയാൾ പിടിയിലായേക്കാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പോലീസും നാട്ടുകാരും ചേർന്നുള്ള സംയുക്ത തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.